ഞാൻ റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ എനിക്ക് എത്ര രൂപ മാസം വേണ്ട വരുന്നത്. അപ്പം നമുക്ക് ആദ്യം അറിയണം ഇന്ന് മാസം എത്ര ചിലവുണ്ടെന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ കുറേ ആളുകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരോട് എനിക്കുള്ള റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആരാന്നുള്ളത്. അതൊന്ന് നിങ്ങളിൽ നിന്ന് മിററി നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനേ അറിയുള്ളൂ. നമ്മൾ ഈ മണി മാനേജ്മെൻറ്റ് സ്കിൽസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചെറുപ്പത്തിൽ അത്രയും അതിനെക്കുറിച്ച് ബോധവടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുന്ന പേരൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ട് കുട്ടികളെ അതിനെക്കുറിച്ച് ഒന്ന് എഡ്യൂക്കേറ്റഡ് ആക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ മണി എങ്ങനെ മാനേജ് ചെയ്യണം, ആ ഒരു സ്കിൽസൊക്കെ ചെറുപ്പത്തിൽ മുതൽ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കില്ലേ? ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്നുകൂടി ഇവർ ഒത്തിരി പേര് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ ഭയങ്കര പ്ലാനിങ്ങോടെ ചെയ്ത് വെച്ചേക്കണം. പക്ഷേ ഇത് അറിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. സിനിമാ നടന്മാർ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ലുഡോ കളിക്കുന്നു, ചീട്ട് കളിക്കുന്നു, എന്നിട്ട് കാശുണ്ടാക്കുന്നു. ഒരു കാര്യം പറയാം, അവരത് ചെയ്യണ കാര്യം വെച്ചാൽ അവർക്ക് നല്ല പൈസ ഇട്ടുണ്ട്, പ്രൊമോഷൻ. അതുപോലെ തന്നെ ഈ ലോങ് ടേം പ്ലാനിങ്സിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവേ റിട്ടയർമെൻറ്റ് പ്ലാനിങ് അത്ര സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് ജോലി ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നത് മെയിൻലി അതിൻ്റെ ആ ഒരു പെൻഷൻ റിട്ടയർമെൻറ്റ് സ്കീംസ് കണ്ടിട്ട്. ശരിക്കും ഇത് പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്സ് എങ്ങനെയാണ്? ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ട്, ഞാൻ റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ എനിക്ക് എത്ര രൂപ മാസം വേണ്ട വരുന്നത്. അപ്പം നമുക്ക് ആദ്യം അറിയണം ഇന്ന് മാസം എത്ര ചിലവുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് ഒരു 25,000 രൂപ ചിലവുള്ള ആളെന്നായിരിക്കും, അല്ലെങ്കിൽ 25,000 രൂപ ചിലവുള്ള ആൾ. ഇത് ഇയാൾക്ക് 30 വയസ്സുള്ളൂ, 50-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 25,000 എന്നുള്ള 10 വർഷം കഴിഞ്ഞാൽ 25,000 50,000. പിന്നെ 20 വർഷമാകുമ്പോൾ ഒരു വർഷം കൂടി 10 വർഷം കഴിയുമ്പോൾ ഡബിൾ ആവണ 25,000-ത്തിനല്ല 50,000-ത്തിനാണ്. എന്ന് വെച്ചാൽ 1,00,000 രൂപ ചിലവ് വേണം. അപ്പോൾ 1,00,000 രൂപ ചിലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയാണ് നമുക്ക് റിട്ടയർമെൻറ്റ് കോർപ്പസ് ആയിട്ട് വേണ്ടത്, എല്ലാ മാസവും വേണ്ടത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 ഇൻറ്റു 12, ഒരു വർഷത്തെ 12,00,000, 12,00,000 ഇൻറ്റു 25, അത്രയും രൂപയെങ്കിലും നമ്മളത് റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ 1,00,000 രൂപ എല്ലാ മാസവും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം റിട്ടയർമെൻറ്റ് പീരീഡിൽ നമ്മൾ 50-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 40 വർഷം ഇൻകം ഇല്ലാതെ ജീവിക്കണം. ആ ടൈമിലും ഈ പറഞ്ഞ 1,00,000 എന്നുള്ളത് അടുത്ത 10 വർഷമോ 2,00,000 അങ്ങനെയൊക്കെ. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കോർപ്പസിൽ നിന്ന് ഇൻകം ആയിട്ട് ജീവിക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പൈസ, ഞാനീ പറഞ്ഞത് ഏകദേശം 3 കോടി രൂപയ്ക്ക് അടുത്ത് വേണം. ഈ രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് ആരെ ആശ്രയിക്കാതെ റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റുമോ. ഈ 20 വർഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ 3 കോടി എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആ ഒരു കൃത്യമായിട്ട് മാസം ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, അധികം സേവിങ്സ് എടുത്തിട്ട് ഈ പറഞ്ഞ ഗോളിലേക്ക് വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈസിലി പോസിബിൾ. നമ്മൾ ഈ പ്രവാസികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവർ പുറത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ നാട്ടിലെ ഫാമിലിയെ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യത്തിന് വേണ്ടിയായിരിക്കും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ പലപ്പോഴും പല പ്രവാസികളും അവരുടെ സ്വന്തം കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാൻ പലപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ പ്ലാൻ ചെയ്യുന്നത് നാട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിനൊന്നും വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, ഫസ്റ്റ് നമ്മുടെ കാര്യം നോക്കാൻ തുടങ്ങണം. ഏറ്റവും എല്ലാം നോക്കണം. പക്ഷേ അതോടൊപ്പം നമ്മുടെ ഒരു ഒരു റിട്ടയർമെൻറ്റൊക്കെ ഒന്ന് നോക്കുക. നമുക്കൊരു റിട്ടയർമെൻറ്റ് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സെൽഫിഷ് നീഡല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ വന്നിട്ട് ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ തന്നെ അവർക്കൊരു ഉപദ്രവം ആക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി പ്രയോറിറ്റി ആയിട്ട് ഒന്ന് അവനവൻ്റെ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു ഗോളും കൂടി നോക്കിയിട്ട് ചെയ്യണേ കുറച്ചും കൂടി നന്നായിരിക്കും. ഡെഫിനറ്റ്ലി റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല വീടുകളിലും ഒരാളായിരിക്കും ഫുൾ ഫാമിലിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവരും കൂടി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും ബഡ്ജറ്റിലൊക്കെ ഇൻവോൾവ് ആവേണ്ടതില്ലേ? ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ മെയിൻ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മറ്റുള്ളവരും അയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോഴൊക്കെ കുറച്ചും കൂടി ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൺഡേസിലൊക്കെ ഒരു ലഞ്ച് കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാവരോടും ഒന്ന് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിനൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ വർഷവും ഒരു ഫാമിലി ട്രിപ്പോ അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുക. അതിനും കൂടിയും ഒരു ഗോൾ വൈസ് ഇൻവെസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ പേരിൽ മറ്റുള്ള എല്ലാവരും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും എല്ലാവർക്കും.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ജോയിന്റ് എക്സ്പെൻസിലേക്ക് വരുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് ഫണ്ട് ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ ജോയിന്റ് എക്സ്പെൻസിന് വേണ്ടി ഒരു ജോയിന്റ് ഫണ്ട് നീക്കി വെക്കേണ്ടതുണ്ടെന്ന്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അല്ല, ശരിക്കും പറഞ്ഞാലേ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ ഒരു ഫാമിലി നമ്മുടെ കെമിസ്ട്രി എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് നല്ല കെമിസ്ട്രി ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി ചില ആൾക്കാർക്കൊക്കെ പൈസ അങ്ങോട്ട് ചോദിക്കുമ്പോൾ വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഓരോ ഫാമിലി ഡൈനാമിക്സ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചില വീട്ടിൽ കൺട്രോളിങ്ങും ഇങ്ങനത്തെയൊക്കെ പ്രശ്നം അവിടേക്കാണ് ഈ പ്രശ്നം വരുന്നത്. അതല്ല, ഇപ്പോൾ ചില ആൾക്കാർക്ക് പൈസ മാനേജ് ചെയ്യുന്നത് മടിയായിരിക്കും, ജെനുവിൻലി മടിയായിരിക്കും. അപ്പോൾ ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വെരി ഗുഡ്. അതോടൊപ്പം ഒരാൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പൈസ ചോദിക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും വരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പല വിധത്തിൽ ചെയ്യാം. ഒരെണ്ണം ജോയിൻ്റായിട്ട് കുറേ കാര്യങ്ങൾ ജോയിൻ്റായിട്ട് മാനേജ് ചെയ്യാം. അതേമാതിരി കുറച്ചൊരു നമ്മുടെ ഒരു വേണമെങ്കിൽ ഒരു ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും സെപ്പറേറ്റ് ഉണ്ടായിട്ട് അവർ മാനേജ് ചെയ്യണമെങ്കിൽ അഗെയിൻ ഇറ്റ്സ് ഗുഡ്. നമ്മുടെ നാട്ടിൽ പൊതുവേ മിക്ക വീടുകളിലും ബോയ്സ് എന്തായാലും ജോലിക്ക് പോകണം. അതൊരു കമ്പൽസറിയാണ്. മിക്ക ബോയ്സും ജോലിക്ക് പോയി സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ജോലിക്ക് പോകാതെ ഫാമിലിയിൽ ഒതുങ്ങി പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കേസിൽ ഈ വുമൺസിൻ്റെ കേസിൽ ഇപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകേണ്ടത് എത്ര പോകണം? അത് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. അതിന് നമ്മൾ വീട്ടിന് പുറത്ത് പോകുന്നും വേണ്ട. ഇപ്പോൾ വീട്ടിലിരുന്നൊക്കെ തന്നെ ഒത്തിരി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ, എസ്പെഷ്യലി നമ്മുടെ മിഡിൽ ഈസ്റ്റുകളിൽ പോകുന്ന ടൈമിൽ അവിടെ ചിലപ്പോൾ വൈഫുമാരൊക്കെ ചിലപ്പോൾ ഈ ഹസ്ബൻഡിനേക്കാളും സ്കിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ ഡിഗ്രിക്കാരുടെ ഭാര്യമാർ പി ജിക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടതറിയാം. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈവൻ ഭർത്താവും വിചാരിക്കണം ഒന്ന് ഇയാൾക്കൊന്ന് ചെയ്യാനായിട്ട്. അതൊരു അവർക്കൊരു ഒരു ഫ്രീ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവരും ഒരു കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. അത് വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാവില്ലേ. അതോടൊപ്പം അവരവന് ഒരു സാമ്പത്തികം മാത്രമല്ല, അങ്ങനെ ഒരു നമുക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു അഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ കുറേ ആളുകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരോട് എനിക്കുള്ള റിക്വസ്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആരാന്നുള്ളത്. അതൊന്ന് നിങ്ങളിൽ നിന്ന് മിററിൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനേ അറിയുള്ളൂ. അതുപോലെ തന്നെ ചില സ്ത്രീകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇൻകം ഹാൻഡിൽ ചെയ്യാനുള്ള ഫ്രീഡം ചിലപ്പോൾ അവർക്ക് കിട്ടാറില്ല. ചിലപ്പോൾ അത് ഹസ്ബൻഡ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, ചിലപ്പോൾ മദർ ഇൻ ലോ ആയിരിക്കും. അപ്പോൾ അത് ശരിക്കും അവർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതില്ലേ? ഫ്രീഡം കിട്ടണമെങ്കിൽ പിന്നെ ഒരു കംപ്ലീറ്റ്ലി എതിരാണ്. പക്ഷേ അവരെ ഇഷ്ടത്തിന് കൊടുക്കണമെങ്കിൽ വെരി ഗുഡ്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഫ്രീഡം കിട്ടാണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ വരരുത്. നമ്മൾ തന്നെ ഇപ്പം എനിക്ക് ഞാൻ ഫ്രീഡം എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഫ്രീഡം ഉണ്ടാക്കാനെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. പലപ്പോഴും ചിലരൊക്കെ ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ അത് ഓക്കെ പുരുഷന്മാരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരാണ് മണി ഹാൻഡ്ലിങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചില വീടുകളിലെങ്കിലും ഉണ്ടല്ലോ. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളികൾ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും മോശമാണ് പുറത്ത്. അപ്പോൾ നമ്മളൊരു കുറച്ചും കൂടി വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുറച്ചും കൂടിയും അങ്ങനത്തെ ഒരു ഫ്രീ സ്പേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ വലിയ പ്രശ്നം. ഈ മണി മാനേജ്മെന്റ് സ്കിൽസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചെറുപ്പത്തിൽ അത്രയും അതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുന്ന പേരൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെ അതിനെക്കുറിച്ച് ഒന്ന് എഡ്യൂക്കേറ്റഡ് ആക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ മണി എങ്ങനെ മാനേജ് ചെയ്യണം ആ ഒരു സ്കിൽസൊക്കെ ചെറുപ്പത്തിൽ മുതൽ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട്. ഞാൻ നല്ലത് തന്നെ. പിള്ളേർക്ക് പോക്കറ്റ് മണി കൊടുക്കുക, അവൻ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു സേവിങ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും എനിക്ക് എല്ലാ മാസവും ഒരു ഇൻകം കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് ഞാൻ തന്നെ ചിലവാക്കണം, ഇനി കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് ഈ പൈസ പോക്കറ്റ് മണി കിട്ടുന്ന കുറച്ച് പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം ചെറുപ്പത്തിലേ അങ്ങോട്ട് പഠിക്കും. ഈ സാധനം 20 ദിവസമാകുമ്പോൾ ശീലമായി മാറും. നമ്മളിപ്പോൾ മണി മാനേജ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി പ്ലാനിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കാണിച്ചു കൂട്ടുന്ന കുറേ മിസ്റ്റേക്സ് അല്ലെങ്കിൽ മണ്ടത്തരങ്ങളുണ്ടായിരിക്കുമല്ലോ. പൊതുവെ അങ്ങനെ കാണിക്കുന്ന മണി മാനേജ്മെൻറ്റ് മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? അയ്യോ, ഒത്തിരി ഉണ്ടാവാം. ഓരോരുത്തരെയും ഓരോരോ ഇതിന് അങ്ങനെ മിസ്റ്റേക്ക് എന്നല്ല, നമ്മൾ ചിലത് നമ്മൾ ആലോചിക്കുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് മാനേജ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ഒരു നോക്കുക, MRP നോക്കിയിട്ട് വാങ്ങാം. അതിനേക്കാളും ബെറ്റർ പ്രൈസ് ഉണ്ട്, സെയിം ക്വാളിറ്റി ഐറ്റം കിട്ടുമോ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന്
വാങ്ങാം. പിന്നെ ടു ഏർലി നമ്മൾ വീട് വെക്കാനൊക്കെ നോക്കണത്, ടു ഏർലി വീടിൻ്റെ റിനോവേഷന് പോണത്, ടു ഏർലി വേണ്ടാത്ത കാറ് വാങ്ങണത്, ഇതൊക്കെ ബിഗ് പർച്ചേസസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണതിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ടൈമിൽ ഇവർ ചോദിക്കും എത്ര രൂപ കമ്മീഷൻ പോകുന്നുണ്ട്, എനിക്ക് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് 1% വേണ്ടിയിട്ട് വരും. ഇവർ തന്നെ ഇവർ ചിലപ്പോൾ കാറ് വാങ്ങാനുള്ള ഇവരുടെ കഴിവ് ചിലപ്പോൾ ഒരു ചെറിയ സ്വിഫ്റ്റ് അങ്ങനത്തെ വല്ല കാറായിരിക്കും. എന്നിട്ട് ഇവർക്ക് EMI കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവർ അതിൻ്റെ ഇരട്ടി വിലയുള്ള കാറ് പോയിട്ട് വാങ്ങും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ചെറിയ കടുകിനെ സേവ് ചെയ്തിട്ട് നമ്മൾ വലിയ സാധനത്തിൽ കൈ പിടിക്കണം. ഈവൻ ഏറ്റവും തമാശയുള്ള കാര്യം ചില ആൾക്കാരൊക്കെ പറയും ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്റ്റ്ലേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ടമാനം LIC പോളിസി വാങ്ങിയിട്ടുണ്ടാവും. അവിടെ 30% കമ്മീഷൻ. ഇവിടെ 1% ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്ത് അപ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ല. ഞാനിത് ചില ടൈമിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്നും ഇവർ ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ ഇവർ ഭയങ്കര പ്ലാനിങ്ങോടെ ചെയ്ത് വെച്ചേക്കണം. പക്ഷേ ഇത് അറിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടംമാതിരി ഞാൻ വീഡിയോസ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മണി ടോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് പണം സമ്പാദിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പണം ഇരട്ടിക്കുക അങ്ങനത്തെ കുറേ ഫ്രോഡ് പരിപാടികളിൽ ചെന്ന് ചാടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ പോയി ചാടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മണ്ടത്തരങ്ങൾ നമ്മൾ ഇത്രയും ന്യൂസ് കണ്ടിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? അല്ല, എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ അച്ഛൻ 10ാം ക്ലാസ്സാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ എനിക്ക് PhD കിട്ടിക്കഴിഞ്ഞാൽ ശരി എനിക്ക് അച്ഛൻ്റെ അത്രയും വിവരം പറ്റില്ല. സോ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ എഡ്യൂക്കേറ്റഡ് അത് അച്ഛൻ ശരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ PG ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പറയണത് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഒരു മുടി വെട്ടുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആൾ എൻ്റെ അടുത്ത് പണ്ട് ഞാനത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയണം. ആ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്തോ ഒരാളുടെ മോശമായിട്ട് പെരുമാറിയപ്പോൾ എന്നോട് അടുത്ത മുടി വെട്ടണം ഞാനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, പഠിപ്പും ഉള്ള ആൾക്കാരല്ലേ, അവരൊക്കെ പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ട് മത്തിയാക്കണത്. പക്ഷെ ഒന്നാലോചിച്ച് നോക്കുക, ആ മുടി വെട്ടുന്ന കാര്യത്തിൽ അങ്ങേരത്ര എഡ്യൂക്കേഷൻ നമുക്കുണ്ടാ? അപ്പോൾ അങ്ങേരും എഡ്യൂക്കേറ്റഡാ ആ ഒരു പർട്ടിക്കുലർ സ്കില്ല്. ഇനി അതിന് പുള്ളിയൊരു മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു ഡിപ്ലോമ മറ്റേ കോഴ്സ് ആയിരുന്നെങ്കിൽ അങ്ങേരും ഒരു എന്തെങ്കിലും PG എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങേര് ചിലപ്പോൾ മുടി വെട്ടാനിരിക്കുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ ചിലപ്പോൾ ആ ഫീൽഡിൽ എഡ്യൂക്കേറ്റഡാണ്. ബട്ട് ഹീസ് നോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ മണി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഞാനെപ്പോഴും ചില ടൈമിൽ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷനുള്ള ആൾക്കാരും എസ്പെഷ്യലി നല്ല പൊസിഷനിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നല്ല സമ്പാദ്യമുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ ഈസിയാണ്. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ദേ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ, അവർ വിചാരിക്കുന്ന കാര്യം ഞാനെന്തോ വലിയ സംഭവമാണ്, അതിൻ്റെ പേരിൽ എനിക്ക് എല്ലാം അറിയാമെന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ സ്കിൽ എന്താണ്. ഇറ്റ്സ് വെരി ഗുഡ്. ആം ഐ റിയലി മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്? ലെറ്റ് മീ കോൺസെൻട്രേറ്റ് ദിസ്. ആൻഡ് മണി മേക്കിംഗ് ആൻഡ് മണി മാനേജ്മെൻറ്റ് ഇസ് 2 ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ അതിന് നമുക്കറിയുന്ന സ്വന്തമായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ എൻ അഡ്വൈസർ ആൻഡ് ഡു ദ വർക്ക്. ഇപ്പോൾ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്രോഡ്, ഇപ്പോൾ ഓൺലൈൻ ഗെയിംസ് ഭയങ്കരമായിട്ട് പ്രൊമോഷൻസ് വരുന്ന ടൈമാണ്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ ഒരു ഗെയിം കളിക്കൂ, പൈസ ഇടൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പേരൻസിൻ്റെ പൈസയൊക്കെ എടുത്ത് അതിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിനെ പറ്റി എന്താ? ഇത് ഈ പൈസ എടുക്കുന്ന സാധനങ്ങളൊന്നും കളിക്കാനുള്ളതല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇത് അപ്പോൾ പൈസ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അപ്പോൾ അതിനെ ബഹുമാനിക്കണം. അപ്പോൾ ഇവൻ ലക്ഷ്മിയിലേക്ക് കിടക്കാനുള്ള ആകെ ഒരു വകുപ്പ് എന്ന് പറയുന്നത് സരസ്വതിയാണ്. സരസ്വതി എന്ന് വെച്ചാൽ പഠിക്കുക. അപ്പോൾ ഈ പഠിച്ചിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സരസ്വതിയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ, ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ലക്ഷ്മി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാനീ പറഞ്ഞ വലിയ ഫിലോസഫി എന്നല്ല കേട്ടോ, ഞാനീ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ നമുക്ക് പറ്റിയ പണി ചെയ്യാം. പിന്നെ കാശുണ്ടാക്കാൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നത്തിങ് ഈസ് പോസിബിൾ. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ നമ്മുടെ സിനിമാ നടന്മാർ തന്നെ വന്നിട്ടുണ്ട്, ഞാൻ ലുഡോ കളിക്കുന്നു, ചീട്ട് കളിക്കുന്നു, എന്നിട്ട് കാശുണ്ടാക്കുന്നു. ഒരു കാര്യം പറയാം, അവരത് ചെയ്യുന്ന കാര്യം വെച്ചാൽ അവർക്ക് നല്ല പൈസ ഇട്ടുണ്ട്, പ്രൊമോഷൻ. അവർ പാട്ട് പാടലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ദെയർ ഫീൽഡ്. ദേ ഓൺലി കോൺസെൻട്രേറ്റ് ദാറ്റ്. ദേ വോണ്ട് പ്ലേ ദിസ് ഗെയിം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെന്തിനീ പണിക്ക് പോകണത്? ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കേണ്ട കാര്യം.
ഓൺലൈൻ ഗെയിമിംഗ് ആപ്സ് പോലെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഓൺലൈൻ ലോൺ ആപ്സും 5 മിനിറ്റിൽ ലോൺ കിട്ടും. അതും ഇതുപോലെ കുറേ വീഡിയോസ് കാണാം. അതുപോലെ ഇതിന്ന് ലോൺ എടുത്തിട്ട് ട്രാപ്പിലാകുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ലോൺ ആപ്പിൻ്റെ യൂസേജ് നമ്മൾ ഒരിക്കലും എടുക്കരുത് ഓൺലൈൻ ആപ്പിൽ. കാരണം അത് ഈസി ആയിട്ട് പൈസ തരുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എങ്ങനെ പൈസ നിങ്ങളുടെ പൈസ എടുത്തിട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സോ ലോൺ എടുക്കണമെങ്കിൽ എപ്പോഴും ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുക. അവിടെയാണ് ഏറ്റവും കുറവ് റേറ്റ് കിട്ടുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങളോട് ചിരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ആ കറക്റ്റ് ഡോക്യുമെൻ്റൊക്കെ ചോദിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോൺ അവർ തരത്തുള്ളൂ. ആൻഡ് ഏറ്റവും കുറഞ്ഞ പലിശയിലും കിട്ടുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ബെറ്റർ. ഈ മണി മാനേജ്മെൻറ്റും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പറയും ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല, കുറച്ച് പൈസ കയ്യിലുള്ളവർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഇല്ല, ഞങ്ങൾ ഡെയിലി വേജിന് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വരാൻ പറ്റും. ഈസി ആയിട്ട് പറ്റും എല്ലാവർക്കും. ഇപ്പോൾ വളരെ ഈസിയല്ല. ഇപ്പോൾ ഈവൻ ഡെയിലി വേജസ് ഉള്ള ആൾക്കാർ നിങ്ങൾ പൈസ വാങ്ങുന്നത് ഗൂഗിൾ പേയിലാണ്. എന്ന് വെച്ചാൽ ബാങ്കിൽ പൈസ വരുന്നുണ്ട്. ഈ ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ SIP ഒന്നും ചെയ്യണമെന്നില്ല. എപ്പോൾ കാശ് വരണം അപ്പോൾ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ നമ്മുടെ ആപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഗോൾഡിൻ്റെ ETF ആണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ഗോൾഡ് നമുക്ക് വാങ്ങാം. ഈ പറഞ്ഞ എല്ലാവരും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നേരെ വന്നിട്ട് ഗോൾഡ് ETF വാങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് കാശ് വരുന്നു അപ്പോൾ ഗോൾഡ് ETF വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളറിയാതെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മാന്യമായിട്ടുള്ള ഗോൾഡ് നമ്മുടെ കയ്യിൽ വയ്ക്കും. അതിൽ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഇനി അതെല്ലാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഒരു ടഫായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ പറഞ്ഞ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അല്ലേ, ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാതെ എല്ലാം എൻ്റെ അടുത്ത് ഇവരെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട്. ഈ സെയിം നോളജ് മതി ഇത് ചെയ്യാനായിട്ട്. ഇനി ഏത് ഫണ്ട് വേണമെന്നൊക്കെ സെലക്ട് ചെയ്യാനാണ് ആവശ്യമുള്ളത്. ദാറ്റ് ഈസ് വെയർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ ആവശ്യമിരിക്കുന്നത്. ഇത് നമ്മുടെയും ആവശ്യമില്ല. ഇത് നമുക്ക് അത് സ്വന്തമായിട്ടും മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ആവശ്യം. കാരണം ഇനീഷ്യൽ ടൈമിലൊക്കെ ഒരു 1000 രൂപയും 10,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, ഒരു വലിയ ബ്രില്യൻസ് ഒന്നല്ല വേണ്ടത്. ഏറ്റവും വലിയ ബ്രില്യൻസ് വേണമെന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു 25% മാറ്റി വയ്ക്കാനുള്ള ക്ഷമയാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ട് കൺഫ്യൂസ് ചെയ്യില്ലേ. അപ്പോൾ ആ പറഞ്ഞ പൈസ എടുത്ത് 25% മാറ്റി വയ്ക്കണമെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ 1 മാസം ശമ്പളം നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ ഓരോ 4 മാസം കഴിഞ്ഞാൽ എത്ര മാസത്തെ ശമ്പളം നമ്മൾ റിസർവ് ആയിട്ടിരിക്കും. ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധി വേണം. ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് പൊതുവെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഗോൾഡ് ജ്വല്ലറീസ്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ പ്രൈസൊക്കെ കൂടിക്കഴിയുമ്പോൾ ജ്വല്ലറി വാങ്ങി വിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു കോൺസെപ്റ്റാണ്. അതല്ലാതെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസ് അവൈലബിൾ അല്ലേ? ഡെഫിനറ്റ്ലി ETF വാങ്ങി വയ്ക്കുക. അതിലാകുമ്പോൾ ഈ മേക്കിംഗ് ചാർജസ് ഇല്ല, പിന്നെ GST ഇല്ല. വിൽക്കാനാണെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ വാങ്ങാനും വിൽക്കാനും പറ്റും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മണി കനോട്ട് ബൈ ഹാപ്പിനെസ് എന്ന്. പക്ഷെ പലപ്പോഴും ഈ പണം ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പലർക്കും ഇതിനോടൊരു നെഗറ്റീവ് തോട്ട് ഉണ്ട് മണി അപ്രോച്ചിനോട്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ്? ഇത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ മണി എന്തായിട്ട് മണി ഹാപ്പിനെസ് കിട്ടുന്നില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ മണി ഇല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് മണി എന്താണെന്ന് ശരിക്കുള്ള അബണ്ടൻസ് അറിയാതെ മണിക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് നിശ്ചയിക്കുന്ന എന്തിനാ? അപ്പോൾ ആദ്യം കാശ് എന്തായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ മണി ഇസ് എ ടൂൾ. അതിനൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അതില്ലാണ്ട് അൺഹാപ്പി ആവരുത്. പക്ഷേ ഇത് പണം ഉണ്ടായിട്ടായിരിക്കില്ല ഒരാൾ അൺഹാപ്പി ആവുന്നത്. അത് നമ്മുടെ വേറെ എന്തെങ്കിലും ബിഹേവിയർ, വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും. ദാറ്റ് ഇസ് സംതിങ് എൽസ്. പക്ഷേ മണിനൊരിക്കലും എനിക്ക് നെഗറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. മണിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി നല്ല ഹീറോ വർഷിപ്പ് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ രത്തൻ ടാറ്റ മരിച്ച ടൈമിൽ ആൾക്ക് ഭാര്യ പോലുമില്ല, ഒരു ഫാമിലി പോലുമില്ല. നമ്മളെല്ലാവരും വിഷമിച്ചില്ലേ? അപ്പോൾ അങ്ങേര് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയപ്പോൾ വിഷമിക്കാനായിട്ടുള്ള കാര്യം എന്താ? അദ്ദേഹം ഇവിടേക്ക് തന്ന കോൺട്രിബ്യൂഷൻ്റെ പേരിലാണ്. എനിക്കത് ന്യൂസ് കേട്ടിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് ഡേ ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരുന്നു. എനിക്കെന്തോ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി. എനിക്ക് യാതൊരുവിധ കണക്ഷനില്ല ഈ പറഞ്ഞ ആളായിട്ട്. ഈ പറഞ്ഞ എനിക്ക് അതെന്തുകൊണ്ട് നമുക്ക് തോന്നണം? കാരണം അദ്ദേഹം തന്ന ആ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം കാശുണ്ടാക്കിയതിനേക്കാളുപരി അദ്ദേഹം മുഖേന എത്ര ആളുകൾ
ശമ്പളം ഉണ്ടാക്കി, സ്റ്റോക്കിൽ മാർക്കറ്റിലുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ മണി ഹാസ് എ റോൾ ടു പ്ലേ. അപ്പോൾ നമ്മൾ ഈ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അത് മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ സമ്പാദിച്ച് കൂട്ടി വെച്ചാൽ മാത്രം പോരാ, അത് സ്പെൻഡ് ചെയ്ത് നമ്മളത് വെച്ച് ഹാപ്പി ആയിട്ട് ലൈഫ് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സിന് കൂടി കുറച്ച് മാറ്റി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ പ്ലാനിങ്ങിലും ബഡ്ജറ്റും. വേണം. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അത് പിന്നെ കോംപ്രമൈസ് ചെയ്യാണ്ട് വേണം നമ്മളെല്ലാവരും ചെയ്യാനായിട്ട്. നമ്മൾ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവണം എന്ത് ഹാപ്പിനെസ്സാണ് കിട്ടുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഒന്നും അറിയാതെ വെറുതെ പോയിട്ട് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വെറുതെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നോക്കണമെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനത്തിനൊന്നും വലിയ കാശൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് പുഴുങ്ങിയിട്ട് മാഷാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ കാശില്ല. പക്ഷേ ഈ സാധനം ചിപ്സായിട്ട് വാങ്ങി കഴിക്കണമെങ്കിൽ കാശ് കൂടും. പക്ഷേ ഏതാ ഹെൽത്തി? അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ഒരു മൈൻഡിനെയും നമ്മുടെ ഒരു ഫാമിലി ബോണ്ടിനെയും എല്ലാവരും ഉയർത്തുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യണം. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ഈ ബോണ്ടൊന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ചും കൂടി നമ്മൾ കുറച്ച് ഒന്ന് സെൻസിബിളായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇത് ഞാൻ അത്ര മിടുക്കനായിരിക്കില്ല ഇത് പറയാനായിട്ട്. ഇത് ലൈഫ് പ്ലാനർക്കായിരിക്കും പറയാൻ പറ്റേണ്ടത്. പക്ഷേ ഐ തിങ്ക് മെയിൻലി ആ ഒരു നെഗറ്റിവിറ്റി അറൗണ്ട് മണി, ഡോണ്ട് അഫ്രൈഡ് അബൌട്ട് മണി, ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കും സന്തോഷമായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മോന് കഴിഞ്ഞ ദിവസം പോയിട്ട് തല മൊട്ടടിച്ചു. അപ്പോൾ ആൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എത്രയാണെന്ന് വെച്ചപ്പോൾ ആൾ ഫീസ് പറഞ്ഞു. ഞാനതിൽ കുറച്ചും കൂടി കൂട്ടിക്കൊടുത്ത്. അത് കാരണം എനിക്ക് മോനെ കെയർ ചെയ്തിട്ട് ആ മുടി വടിച്ച് തന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ എത്ര കാശ് എനിക്ക് ആ കാശ് കൊടുത്തതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നീഡ്. ഞാനപ്പോൾ ആ ടൈമിൽ എക്സ്ട്രാ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിന് ഞാൻ കൊടുത്തു? അതെൻ്റെ സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് മണി, ഗുഡ് സ്പെൻഡിങ്. അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ തന്നെ കരഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡോണ്ട് ഗെറ്റ് ഇൻ ദേർ. ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും റൂൾസോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ എടുക്കേണ്ട ബേസിക് സ്റ്റെപ്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ കൃത്യമായിട്ട് എത്ര രൂപ കിട്ടും നോക്കുക. അതിൽ ഈ യങ്സ്റ്റേഴ്സാണ് വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മിനിമം പകുതി എങ്കിലും അവർ സേവ് ചെയ്യാനായിട്ട് തയ്യാറാവുക. ആ സേവ് ചെയ്യണത് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കണം. അല്ലെങ്കിൽ ഇവർക്കൊരു ഹിമാലയയിൽ ഫുള്ള് ബാക്ക് പാക്ക് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം ജീവിക്കാനുള്ള ഫുൾ പൈസ മാറ്റിവെക്കുക. ദാറ്റ്സ് യുവർ കംഫർട്ട് സോൺ. അത് കഴിഞ്ഞിട്ടുള്ള പൈസ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് ഭയങ്കര എൻ്റെ കൂടെ ഞാൻ ചെയ്തു ഹിമാലയത്തിൽ കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗോവക്കാരനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്തത്. എന്നോട് ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ജോലി വിടണം. അപ്പോൾ എന്നിട്ട് ഇവൻ ചെയ്ത കാര്യം വെച്ചാൽ നേരെ ഹിമാലയയിൽ പോയി അന്നപൂർണ്ണ മൗണ്ടൻ ക്ലബ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബാറിൽ പോയിട്ട് അണ്ടർ വാട്ടർ വെൽഡറായി. അത് കഴിഞ്ഞിട്ട് ഹിമാലയത്തിൽ പോയിട്ട്, ഹിമാലയമല്ല കാശ്മീരിൽ പോയിട്ട് കുറേ യാതൊരു എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തടത്ത് അവിടെ സ്കൂൾ ഉണ്ടാക്കിയിട്ട് സ്കൂൾ പഠിപ്പിച്ചു. ഇവൻ ഏകദേശം 3 വർഷം ബ്രേക്ക് എടുത്തു. ഇതിന് പറ്റിയത് എന്നിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഇതിനെല്ലാനും പറ്റിയത് കാര്യം എന്താ? ആ റോയിറ്റേഴ്സിൽ 6 വർഷം വർക്ക് ചെയ്ത ടൈമിൽ ഇയാൾ സേവ് ചെയ്ത് ആ പൈസ വെച്ച് എൻ്റെ വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റും. നൗ ഹി ഈസ് റണ്ണിങ് എ സ്റ്റാർട്ടപ്പ് ഇൻ ബാംഗ്ലൂർ. സർ, ഒരുപാട് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു. മണി മാനേജ്മെൻറ്റിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ്